ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കിഷ്കിന്ധ കാണ്ഡം 80 കോടിയിലേക്ക് കയറുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോഹൻലാലിൻ്റെ ഏറെ നാളത്തിന് ശേഷം ലഭിച്ച ഒരു ആശ്വാസ വിജയമെന്ന നേര് എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ റെക്കോർഡുകൾ ഇപ്പോൾ 25 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആസിഫ് അലിയുടെ ചിത്രം പിന്നിടുന്നു എന്നുള്ളതാണ്. ഓരോ സിനിമയും മറ്റൊരു സിനിമയെ കടത്തിവിട്ടുമ്പോൾ അത് രസകരമായി പോകുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ സിനിമകൾ വരുമ്പോൾ അതൊന്ന് പൊലിപ്പിച്ച് ആളുകൾ കാണുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. എന്താണേലും എടുത്തു പറയാം, നേര് എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായിട്ട് പറയപ്പെടുന്ന കണക്കുകൾ, അതായത് ഒഫീഷ്യൽ അല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരമാണ് ഇവിടെ വരുന്ന 90% അല്ല 100% സിനിമകളുടെയും കളക്ഷൻ പുറത്ത് വരുന്നത്. അവർ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. വളരെ ചുരുക്കം സിനിമകൾക്ക് മാത്രമാണ് പ്രൊഡ്യൂസർ കളക്ഷൻ പറയാറുള്ളത്. അങ്ങനെ 80 കോടിക്ക് മുകളിലാണ് മോഹൻലാലിൻ്റെ നേര് എന്ന ചിത്രത്തിൻ്റെ കളക്ഷനായി പറയപ്പെടുന്നത്. അത് ഫാൻസുകാരും എതിരാളികളുമൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രം ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് ഇപ്പോൾ 75 കോടി കടന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും ഇന്നത്തോടു കൂടി തന്നെ ഈ സിനിമ 80 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്തയുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ നേര് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ കവർ ചെയ്യും എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അത്ഭുതമോ വലിയ കാര്യങ്ങളോ ഒന്നുമല്ല. ഓരോ സിനിമയും മറ്റൊരു സിനിമയുടെ കളക്ഷൻ കടന്നു പോകട്ടെ, അത് മികച്ചതായി തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുമുള്ളത്. ഇന്ന് കിഷ്കിന്ധ കാണ്ഡം മികച്ച രീതിയിൽ തന്നെയാണ് കളക്ഷൻ നേടിപ്പോകുന്നത്. 25 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമയ്ക്ക് ഇന്ന് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ വരുന്നത്. അതായത് ഫൈനൽ ഗ്രോസ് കളക്ഷൻ വരുന്നത് ഒരുപക്ഷേ 80 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കുമെന്നുള്ളതാണ്. ശനി ഞായർ ദിനങ്ങളിൽ നിന്ന് മാത്രമേ 1.5 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിട്ടുള്ളത്. ഇതുവരെ കേരള ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് വന്നിരിക്കുന്നത് 32 കോടിയോളമാണെങ്കിൽ സിനിമ കേരള തിയേറ്ററുകളിൽ നിന്ന് ഗ്രോസായി നേടിയിരിക്കുന്നത് 42 കോടിക്ക് മുകളിലാണ്. ചെറിയ സിനിമ 6 കോടി ബഡ്ജറ്റിൽ വന്ന് വമ്പൻ പ്രകമ്പനം സൃഷ്ടിച്ച സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് തിരക്കഥ തന്നെ നായകനായി നിൽക്കുമ്പോൾ മികച്ച പ്രകടനം ആസിഫ് അലിയും അപർണ ബാലമുരളിയും വിജയരാഘവനും ഒക്കെ ചെയ്യുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ARM പോലെയുള്ള വമ്പൻ സിനിമയുടെ ഒപ്പം ഇറങ്ങിയിട്ടും ഇത്രത്തോളം കളക്ഷൻ വരുന്നത് സിനിമയുടെ ക്വാളിറ്റി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മികച്ച പ്രകടനവും അതിന് ഏറ്റവും മുന്നിൽ നയിക്കുന്നു എന്നുള്ളതാണ്. എന്താണേലും വരുന്ന ദിവസങ്ങളിൽ മോഹൻലാലിൻ്റെ നേരിൻ്റെ കളക്ഷൻ കവർ ചെയ്യും. അതിനുശേഷം മമ്മൂട്ടി നായകനായി എത്തിയ ഭീഷ്മപർവ്വത്തിൻ്റെ കളക്ഷൻ കവർ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനോടകം തന്നെ ARM മമ്മൂട്ടിയുടെ ചിത്രമായ ഭീഷ്മപർവ്വത്തിൻ്റെ കളക്ഷൻ തകർത്തിരിക്കുന്നു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തുവിട്ട വാർത്തകളിലൂടെ വന്നതാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതിൽ പല ട്രാക്കേഴ്സും ഈ പറഞ്ഞ കളക്ഷനെ കുറച്ചും കൂട്ടിയും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾക്ക് വിശ്വസനീയമായി കിട്ടിയ സോഴ്സുകളിൽ നിന്ന് ഉള്ളതാണ്. നമ്മൾ അതിൽ തന്നെ മുറുകി പിടിച്ച് മുന്നോട്ട് പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. അങ്ങനെ ഓരോ സിനിമയും വമ്പൻ വിജയമാകട്ടെ. 2024 മലയാള സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. തുടർന്നും അങ്ങനെ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.